Good morning. Good morning. Good morning. വായിച്ചു നോക്കിയില്ലേ നിങ്ങള്? നമ്മള് ബെനിഫിറ്റ്സ് ഓഫ് സ്റ്റാഫ് വരെയാണ് എടുക്കുന്നത് അല്ലെ? അല്ലല്ല, പേഷ്യൻസ് അല്ലെ? ബെനിഫിറ്റ്സ് ഫോർ പേഷ്യന്റ് അതുവരെയാണ് എടുത്തേ. ആണ്. വായിച്ചു നോക്കിയോ? കിട്ടുന്നുണ്ടോ? പഠിക്കാൻ പറ്റുന്നുണ്ടോ? പഠിക്കാൻ പറ്റുന്നില്ലേ? വായിച്ചിട്ട് കിട്ടുന്നില്ലേ? കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലെ? ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് സ്റ്റാഫിനാണ്. അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുക, ആ ഒരു എന്താ പറയാ, ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ കിട്ടുന്നത് അവിടെയുള്ള പേഷ്യന്റിനാണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾക്ക് ഓർഗനൈസേഷൻ എന്തൊക്കെ ബെനിഫിറ്റ് ആണ് കിട്ടുന്നത് നോക്കാം. ഓക്കെ, ബെനിഫിറ്റ്സ് ഫോർ ഓർഗനൈസേഷൻ. Accreditation to a healthcare organization invigorates continuous improvement. Okay. ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ അക്രഡിറ്റേഷൻ തുടർച്ചയായ പുരോഗതിയെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതായത് ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് അതിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റിന് കാരണമാകുന്നു. ദാറ്റ് ഈസ് ഫസ്റ്റ് പോയിന്റ്. മനസ്സിലായോ? ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാല് അത് അതിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റിന് കാരണമാകുന്നു. ഒരിക്കലും അത് പിന്നെ ബാക്ക്വേർഡ് വരില്ല. നിരന്തരം അതിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങളാണ് അത് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ, അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ. രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ലെറ്റ്സ് ദ ഓർഗനൈസേഷൻ ഡെമോൺസ്ട്രേറ്റ് കമ്മിറ്റ്മെന്റ് ടു ക്വാളിറ്റി കെയർ ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി, thereby guarantees ബെസ്റ്റ് ക്ലിനിക്കൽ ഔട്ട്കംസ്. ഗുണനിലവാരമുള്ള പരിചരണത്തിലും രോഗികളുടെ സുരക്ഷയിലും പ്രതിബദ്ധത പ്രകടിപ്പിക്കാൻ ഇത് ഓർഗനൈസേഷനെ അനുവദിക്കുന്നു. അതായത് പേഷ്യന്റിന് ബെസ്റ്റ് ആയിട്ടുള്ള കെയറും അതുപോലെ തന്നെ പേഷ്യൻസിന് സുരക്ഷ, അതായത് സേഫ്റ്റിയും കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഉത്തരവാദിത്തം കാണിക്കുന്നുണ്ട് അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ. അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ പേഷ്യന്റ് ഏറ്റവും മികച്ച പരിചരണവും ഏറ്റവും മികച്ച സുരക്ഷയുമാണ് കിട്ടുക. അത് കാണിക്കാനായിട്ട് ഇവര് റെസ്പോൺസിബിൾ ആയിരിക്കും. ഇതിലൂടെ മികച്ച ക്ലിനിക്കൽ ഫലങ്ങൾ ഇത് ഉറപ്പു നൽകുന്നു. രോഗിക്ക് നമ്മൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ സേഫ്റ്റി അല്ലെങ്കിൽ കെയർ കൊടുത്തു കഴിഞ്ഞാല് അത് അവരുടെ ക്ലിനിക്കൽ, നമ്മളിപ്പോ നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ രോഗിയുടെ അസുഖം എന്താവും? മാറും അല്ലെ? 100% എന്ത് ചെയ്യും? രോഗിയുടെ അസുഖം മാറുന്നതായിരിക്കും. അപ്പോ റിസൾട്ടുകൾ കിട്ടാനായിട്ട് 100% റിസൾട്ടുകൾ ആ ഹോസ്പിറ്റലിൽ കിട്ടാനായിട്ട് ഇത് അനുവദിക്കുന്നുണ്ട്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, it raises community confidence in the services given by the healthcare organization and services provided by credentialed medical staff. എന്താണ് ഇവിടെ പറയുന്നത്? ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ യോഗ്യതയുള്ള മെഡിക്കൽ സ്റ്റാഫ് നൽകുന്ന സേവനങ്ങൾ സമൂഹത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ഓക്കെ, അതായത് ഒരു അക്രഡിറ്റഡ് സ്ഥാപനമാണെങ്കിൽ അവിടെയുള്ള സ്റ്റാഫുകൾ എന്ന് പറയുന്നത് മികച്ച രീതിയിലുള്ള സ്റ്റാഫുകളായിരിക്കും, അല്ലെങ്കിൽ യോഗ്യത നേടിയിട്ടുള്ള സ്റ്റാഫുകളായിരിക്കും. ഈ യോഗ്യത നേടിയിട്ടുള്ള സ്റ്റാഫുകളുടെ സേവനം കൊണ്ട് അവിടെ വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ പേഷ്യൻസിന് 100% ആത്മവിശ്വാസം വർദ്ധിക്കുന്നു എന്നാണ് പറയുന്നത്. അവരുടെ കോൺഫിഡൻസ് കൂടുന്നു. നാലാമത്തെ പോയിന്റ്, ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ദ ഹെൽത്ത് കെയർ യൂണിറ്റ് ടു ബെഞ്ച്മാർക്ക് വിത്ത് ദ ബെസ്റ്റ്. ഹെൽത്ത് കെയർ യൂണിറ്റിന് മികച്ച ഗുണനിലവാരം നിലനിർത്താനുള്ള അവസരം ഇത് നൽകുന്നു. അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനെ സംബന്ധിച്ച് അത് മികച്ചതായിട്ടുള്ള ഗുണനിലവാരം നിലനിർത്താനായിട്ടുള്ള ഒരു അവസരം കൂടി ഇത് നൽകുന്നുണ്ട്. അക്രഡിറ്റേഷൻ മൂലം സാധിക്കുന്നുണ്ട്. An accreditation status also provides a marketing advantage in competitive healthcare. ഒരു സ്ഥാപനത്തിന് അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് മറ്റു ഹോസ്പിറ്റലുകളോട് മത്സരിക്കുമ്പോൾ അതിന് നേട്ടം ഉണ്ടാകുന്നതാണ്.
ഓക്കെ, അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു മാർക്കറ്റിംഗ് രീതിയായിട്ട് കൂടി ഇതിനകത്ത് ഉപയോഗിക്കുക അല്ലെ. അതായത് ഒരു 10 ഹോസ്പിറ്റലിനെ എടുക്കുക, 10 ഹോസ്പിറ്റൽ ഒരു ഹോസ്പിറ്റലിനാണ് അക്രഡിറ്റേഷൻ ലഭിക്കുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നത് ആ ഒരു ഹോസ്പിറ്റലിനായിരിക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ അവർക്ക് മത്സരിക്കാനായിട്ടൊരു കാരണമായിട്ടും അക്രഡിറ്റേഷൻ മാറുന്നുണ്ട്. The HCO standards have been certified by ISQS provides an international recognition which will also help to encourage medical tourism. International standard of quality അനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന അക്രഡിറ്റഡ് സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപനത്തിന് ലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലേക്ക് അട്രാക്ട് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. അതായത് പുറം രാജ്യത്ത് നിന്നൊക്കെ ധാരാളം ആളുകൾ എന്തിലോട്ട് വരുന്നതായിരിക്കും, ഈ ഒരു സ്ഥാപനത്തിലോട്ട് വരുന്നതായിരിക്കും. അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന്റെ സേവനം ആവശ്യമായിട്ട് വരുന്ന ആളുകൾ ഉണ്ടാകാം. അപ്പോ ഈ ഒരു എന്താ പറയാ മെഡിക്കൽ ടൂറിസം, അതായത് നമുക്കിപ്പോ ടൂറിസം അറിയാം എന്തിനു വേണ്ടിയിട്ടാണ്, അതായത് ധാരാളം ആളുകളെ ആകർഷിച്ച് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഇൻകം അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു സ്റ്റാറ്റസ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നടത്തുന്നത് അല്ലെ. അപ്പോ ഇതിലൂടെ അക്രഡിറ്റഡ് സ്ഥാപനമാണെങ്കിൽ പുറത്തുനിന്ന് ആളുകളെ ധാരാളം അട്രാക്ട് ചെയ്യാനും അതുവഴി മെഡിക്കൽ ടൂറിസത്തെ ഡെവലപ്പ് ചെയ്യാനും ഇതിലൂടെ സാധിക്കുന്നതായിരിക്കും. Then in the end, accreditation provides an objective system of empanelment by insurance and other third parties. അതുപോലെ തന്നെ അക്രഡിറ്റഡ് സ്ഥാപനമാണെങ്കിൽ ഇൻഷുറൻസിന്റെ ക്ലെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. ഇൻഷുറൻസിന്റേതായിട്ട് നമുക്ക് ധാരാളം കുറെ എന്താ പറയാ കുത്തിക്കെട്ടുകളായിട്ടൊന്നും നടക്കണ്ട, പെട്ടെന്ന് തന്നെ ഇൻഷുറൻസിന്റെ ക്ലെയിം, അതുപോലെ തന്നെ തേർഡ് പാർട്ടി ഓർഗനൈസേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ സഹായങ്ങളൊക്കെ നമുക്ക് ഈ ഒരു അക്രഡിറ്റഡ് സ്ഥാപനമാണെങ്കിൽ കിട്ടുന്നതായിരിക്കും, വളരെ എളുപ്പത്തിൽ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇത്രയുമാണ് ബെനിഫിറ്റ്സ് ഫോർ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു ഇതിൽ പറയാനായിട്ടുള്ളത് കേട്ടോ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? മനസ്സിലായില്ലേ? എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? മനസ്സിലായി? ഒന്ന് കമന്റ് ചെയ്യൂട്ടോ, ഞാൻ അറിയില്ല അല്ലെങ്കിൽ. മെഡിക്കൽ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാ പറയണേ കേട്ടോ. 6ാമത്തെ പോയിന്റ് പറയുന്നത് മെഡിക്കൽ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. അക്രഡിറ്റഡ് സ്ഥാപനമാണെങ്കിൽ മെഡിക്കൽ ടൂറിസത്തിന് അത് എന്താ പറയുക ഡെവലപ്പായി വരുന്നു അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു അക്രഡിറ്റഡ് സ്ഥാപനം ഉണ്ടായിരിക്കുക. അതാണ് 4ാമത്തെ പോയിന്റ്. ഓക്കെ, അതുപോലെ തന്നെ ഇൻഷുറൻസ്, അതുപോലെ തന്നെ തേർഡ് പാർട്ടി ആക്സസ് ആയിട്ടുള്ള അതോറിറ്റീസിനൊക്കെ അല്ലെങ്കിൽ അതിൻ്റെതായ ബെനിഫിറ്റുകളൊക്കെ കിട്ടാനായിട്ട് അക്രഡിറ്റഡ് സ്ഥാപനം സഹായിക്കുന്നു എന്നും പറയുന്നുണ്ട്. അതാണ് ലാസ്റ്റ് പോയിന്റ്. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. ബെനിഫിറ്റ്സ് ഫോർ സ്റ്റാഫ്. സ്റ്റാഫിന് എന്തൊക്കെ ഗുണങ്ങളാണ് ഇത് മൂലം ഉണ്ടാവുന്നതെന്ന് നോക്കാം. ഇപ്പൊ നിങ്ങൾ ഒരു അക്രഡിറ്റഡ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്താൽ എന്തൊക്കെ ബെനിഫിറ്റ് ആണ് നമുക്ക് ഉണ്ടാവാന്ന് നമുക്ക് നോക്കുക. അതിനകത്ത് the staff in accredited hospital is conduct a lot of since it provides for continuous learning, good working environment and leadership. നമ്മളൊരു അക്രഡിറ്റഡ് സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് നല്ല രീതിയിലുള്ള എൻവയോൺമെന്റ്, അതായത് ജോലി ചെയ്യാനുള്ള അന്തരീക്ഷം അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിരന്തരം ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ധാരാളം കാര്യങ്ങൾ അവിടെ പഠിക്കാനും പറ്റും. നല്ലൊരു അന്തരീക്ഷം, ജോലി ചെയ്യാനുള്ള ഒരു അന്തരീക്ഷവും അത് പ്രൊവൈഡ് ചെയ്യുന്നു അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ ആണെങ്കിൽ. 2ാമത്തെ പോയിന്റ്, കേപ്പബിലിറ്റീസ് ആൻഡ് സ്കിൽസ് ഓഫ് സ്റ്റാഫ് ഓൾസോ ഗെറ്റ് എൻഹാൻസ്ഡ് ഇൻ ആൻ അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ. അതായത് നിങ്ങളിപ്പോ ഒരു ഹോസ്പിറ്റൽ അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കഴിവുകൾ ഉണ്ടാവും അല്ലെ. ധാരാളം കഴിവുകൾ ഉള്ളവരുണ്ട് അല്ലെ. അതായത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, എക്സ്ട്രാ ആയിട്ടുള്ള ധാരാളം കഴിവുകൾ ഉണ്ടാവും. അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അക്രഡിറ്റഡ് സ്ഥാപനം സഹായിക്കുന്നു. ഓക്കെ, 3ാമത്തെ പോയിന്റ്, ഇറ്റ് എൻഹാൻസസ് കോംപ്രഹെൻസീവ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, നോളജ് ആൻഡ് സ്കിൽ ഇൻ സിസ്റ്റമാറ്റിക് വേസ് with the defined ownership and accountability of all the staff that include medical and paramedical staff. അതുപോലെ തന്നെ മെഡിക്കൽ ആയിട്ടുള്ള സ്റ്റാഫുകള്, അതുപോലെ പാരാമെഡിക്കൽ ആയിട്ടുള്ള സ്റ്റാഫുകള്, ധാരാളം സ്റ്റാഫുകൾ ഹോസ്പിറ്റലിൽ വർക്കിംഗ് ആണ് അല്ലെ. ഇവരുടെയൊക്കെ പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, നോളജ് അതൊരു സിസ്റ്റമാറ്റിക് വേയിലൂടെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അക്രഡിറ്റഡ് സ്ഥാപനം എന്താ പറയാ സഹായിക്കുന്നു എന്ന് പറയുന്നുണ്ട്.
ഓക്കെ, ഏതൊരു സ്റ്റാഫിനാണെങ്കിലും അവരുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഉണ്ടാവും, അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലുള്ള കഴിവ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങള്, അതുപോലെ തന്നെ അവരുടെ അറിവ് വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങള്, ഇതൊരു സിസ്റ്റമാറ്റിക് വേയിലൂടെയാണ് ഇത് ചെയ്യുന്നത്. അക്രഡിറ്റഡ് സ്ഥാപനം ഇവരെ സഹായിക്കുന്നു. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? നമുക്കിനി പറയാൻ പോകുന്നത് അക്രഡിറ്റഡ് ബോഡീസ് ആണ് കേട്ടോ. ഏതൊക്കെയാണ്? അതായത് അംഗീകാരം നൽകുന്ന ചില ബോഡികൾ ഉണ്ട്, ചില സ്ഥാപനങ്ങളുണ്ട് നമ്മുടെ നാട്ടില്. അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ നാബ് ആണ്, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. അതായത് നമ്മുടെ നാട്ടിൽ, അതായത് നമ്മുടെ ഇന്ത്യയില് ഹോസ്പിറ്റലുകൾക്കും ഹെൽത്ത് കെയർ പ്രൊവൈഡർമാർക്കും അംഗീകാരം അഥവാ അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് NABH അഥവാ നാബ് എന്ന് പറയുന്ന സംഘടനയാണ്. ഹോസ്പിറ്റലുകൾക്കും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ പ്രൊവൈഡർമാർക്കുമാണ് ഇത് കൊടുക്കുന്നത്, നാബ് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. ഓക്കെ, ബി NABL ആണ്. NABL നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലബോറട്ടറിയുടെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് NABL ഫുൾ ഫോം? എന്താണ് NABL? ഒന്ന് കമന്റ് ചെയ്തേ. NABL എന്താ? മറന്നുപോയോ? ആർക്കറിയില്ല NABL? നമ്മുടെ ഇന്ത്യയിലെ ലബോറട്ടറികൾക്ക് അംഗീകാരം കൊടുക്കുന്ന സംഘടനയാണത് NABL എന്ന് പറയുന്നത് കേട്ടോ. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ്സ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. അപ്പോ നമ്മുടെ നാട്ടിലെ ലബോറട്ടറികൾക്കാണ് NABL അംഗീകാരം കൊടുക്കുന്നത്. ഓക്കെ, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ് എന്നാണ് അതിന്റെ ഫുൾ ഫോം വരിക. ഓക്കെ, അടുത്തത് ACHSI ആണ് കേട്ടോ. ACHSI നമുക്ക് നോക്കാം എന്താണെന്ന്. ഇതിനകത്ത് ഫുൾ ഫോം കൊടുത്തിട്ടുണ്ട്, ഓസ്ട്രേലിയൻ കൗൺസിൽ ഓൺ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ. അതായത് ഓസ്ട്രേലിയയിൽ പ്രവർത്തിക്കുന്ന, ഓസ്ട്രേലിയ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അക്രഡിറ്റഡ് ബോഡിയാണ് ACHSI എന്ന് പറയുന്നത് കേട്ടോ. ഓസ്ട്രേലിയ മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ, അതായത് ലോകമെമ്പാടുമുള്ള ഹോസ്പിറ്റലുകൾക്ക് ഇവരുടേതായിട്ടുള്ള അക്രഡിറ്റേഷൻ ഈ ഒരു സംഘടന കൊടുക്കുന്നതായിരിക്കും. മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകൾക്ക്, രാജ്യാന്തര തലത്തിൽ അല്ലെങ്കിൽ അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകൾക്ക് ഓസ്ട്രേലിയൻ കൗൺസിൽ ഓൺ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ് ഇന്റർനാഷണലിന്റെ അക്രഡിറ്റേഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ, ഓസ്ട്രേലിയ ആസ്ഥാനമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് മാത്രം. നാലാമത്തത് JCI ആണ്, ജോയിന്റ് കമ്മീഷണൽ ഇന്റർനാഷണൽ, works to enhance patient safety and quality of healthcare in the international community by promising education, publications, advisory services, and international accreditation and certification. JCI is the world's largest healthcare accredited. Since 1994, each hospital that has tried JCI's Gold Seal of Approval has done so as part of a constant performance improvement journey. Okay, അപ്പൊ എന്താണ് JCI എന്ന് നോക്കാം. ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം വരുന്നത്. ഇന്റർനാഷണൽ ലെവലിൽ നിന്നുകൊണ്ട് രോഗിയുടെ സുരക്ഷയും ആരോഗ്യ പരിപാലനത്തിന്റെ ഗുണനിലവാരവും വർദ്ധിപ്പിക്കുന്നതിന് JCI പ്രവർത്തിക്കുന്നു. അപ്പൊ ഇന്റർനാഷണൽ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണിത് JCI എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണലും അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ കൗൺസിൽ ഓൺ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ് ഇന്റർനാഷണലും അന്താരാഷ്ട്ര നിലവാരത്തിൽ അക്രഡിറ്റേഷൻ കൊടുക്കുന്ന രണ്ട് സ്ഥാപനങ്ങളാണ്. NABHും NABLും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. അതാണ് വ്യത്യാസം. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. രോഗിയുടെ സുരക്ഷയും ആരോഗ്യ പരിപാലനത്തിന്റെ ഗുണനിലവാരവും വർദ്ധിപ്പിക്കുന്നതിന് JCI പ്രവർത്തിക്കുന്നു. അതാണ് ഫസ്റ്റ് പോയിന്റ്. പിന്നെ അന്താരാഷ്ട്ര അക്രഡിറ്റേഷൻ കൊടുക്കുന്നതിന് പുറമെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ പ്രസിദ്ധീകരണങ്ങള്, ഉപദേശക സേവനങ്ങള് എന്നിവയും JCI പ്രൊവൈഡ് ചെയ്യുന്നു.
അപ്പൊ അക്രഡിറ്റേഷൻ കൊടുക്കുന്നതിന് പുറമെ തന്നെ ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി ഇവരെ നമുക്ക് നൽകുന്നുണ്ട്. അത് വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള അവയർനെസ് ആകാം, അല്ലെങ്കിൽ ജേണലിലൂടെയുള്ള കാര്യങ്ങളാകാം, പ്രസിദ്ധീകരണങ്ങളിലൂടെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതുപോലെ തന്നെ അഡ്വൈസറി ബോർഡ് അല്ലെങ്കിൽ ഉപദേശക സേവനങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഈ ഒരു JCA തരുന്നുണ്ട്. അപ്പൊ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അക്രഡിറ്റേഷന് പുറമെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ പ്രസിദ്ധീകരണങ്ങള്, അതുപോലെ അഡ്വൈസറി സേവനങ്ങൾ, സർവീസുകൾ നൽകുന്ന അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? എന്താ പറയാ? കമന്റ് ചെയ്തേ. ഏതാ പറയാ? NAB ആണോ, NABL ആണോ, ഏതാ പറയാ? JCA ആണ് കേട്ടോ. മറ്റ് സ്ഥാപനങ്ങൾ അക്രഡിറ്റേഷൻ മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ JCA എന്ന് പറയുന്നത് അതിന് പുറമെ ചില കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഹെൽത്ത് കെയർ അക്രഡിറ്റർ ആണ് JCA. പല അക്രഡിറ്റേഷൻ ബോഡികൾ ഉണ്ടെങ്കിലും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അക്രഡിറ്റേറ്റർ എന്ന് പറയുന്നത് അത് ജോയിന്റ് കമ്മീഷണർ ഇന്റർനാഷണൽ അഥവാ JCA ആണ്. ഓക്കെ. അതുപോലെ തന്നെ JCAയുടെ ഗോൾഡ് സീൽ ഉണ്ട്. അത് നേടുന്നതിന് വേണ്ടിയിട്ട് പല ഹോസ്പിറ്റലുകളും കോമ്പീറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഓരോ വർഷവും അവര് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഹോസ്പിറ്റലുകൾക്ക് ഗോൾഡ് സീല് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ധാരാളം രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? നാല് കാര്യങ്ങളും ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ. ഇനി നമുക്ക് നാബിനെ കുറിച്ച് പഠിക്കാം. നാബ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, നമ്മുടെ ഇന്ത്യയിലെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് നാബ്. നമ്മുടെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകൾക്കും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ പ്രൊവൈഡർമാർക്കും അംഗീകാരം നൽകുന്നത് നാബ് എന്ന സംഘടനയാണ്. ഓക്കെ. ഇപ്പൊ നാബിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിൽ പറയുന്നതിന് പുറമെ കുറച്ച് കാര്യങ്ങളുണ്ട്. എഴുതിയൊന്നും എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മാത്രം മതി കേട്ടോ. ഓക്കെ. ഒന്ന് അറിഞ്ഞിരിക്കണം നിങ്ങൾ. കാരണം ഏതെങ്കിലും നിങ്ങളിപ്പോ ജോലിയിൽ കയറി കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു പ്രൊമോഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ക്വിസോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സാം ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നാബുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ അവിടെ വന്നേക്കാം. അപ്പൊ നിങ്ങൾക്ക് അത് അറിയാതിരിക്കരുത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ. നാബ് എന്ന് പറയുന്നത് സംഘടന സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ ഉണ്ട്. ഓക്കെ. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ സെൻട്രൽ ഗവൺമെന്റ് അണ്ടറിൽ വരുന്ന ഒരു എന്താ പറയാ ഒരു ബോഡിയാണ്. അതിന്റെ പാർട്ടായിട്ടാണ് അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ടാണ് നാബ് എന്ന് പറയുന്ന സംഘടന പ്രവർത്തിക്കുന്നത് കേട്ടോ. ഓക്കെ. 2005 നാബ് എന്ന് പറയുന്ന സംഘടന നിലവിൽ വന്നത്. ന്യൂഡൽഹിയാണ് ഇതിന്റെ ആസ്ഥാനമായിട്ട് വരുന്നത്. ഇതൊരു ഓട്ടോണമസ് ബോഡിയാണ്, സ്വയം ഭരണാധികാരമുള്ള ഒരു ബോഡിയാണ് നാബ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. നാബ് എന്ന് പറഞ്ഞാല് ഇന്ത്യയിലെ ഹോസ്പിറ്റലുകൾക്കും ഹെൽത്ത് കെയർ പ്രൊവൈഡർമാർക്കും അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ബോഡിയാണ്. ഇത് സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴില് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഇതൊരു ഓട്ടോണമസ് ബോഡിയാണ്. 2005 നിലവിൽ വന്നു. ന്യൂഡൽഹിയാണ് ആസ്ഥാനം. ഓക്കെ. ഇനി നാബിനെ കുറിച്ച് പറയാനായിട്ട് വേറെ ചില കാര്യങ്ങൾ കൂടി ഉണ്ട്. നമ്മുടെ നാട്ടില് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയില് 2020-22 കണക്ക് പ്രകാരം 860 ഹോസ്പിറ്റലുകൾക്കാണ് നാബ് അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇന്ത്യയില് 860 ഹോസ്പിറ്റൽസിന് നാബ് അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് 53 ഹോസ്പിറ്റലുകളാണ് കേരളത്തിൽ നാബ് അക്രഡിറ്റേറ്റഡ് ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, നമ്മുടെ കേരളത്തിൽ 14 ജില്ലകളുണ്ട് അല്ലെ. 14 ജില്ലകളുമായിട്ട് ധാരാളം ഹോസ്പിറ്റലുകളുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും കേവലം 53 ഹോസ്പിറ്റലുകൾക്കാണ് എന്ത് കിട്ടിയിട്ടുള്ളത്? നാബ് അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുള്ളത്. അപ്പൊ നാബ് അക്രഡിറ്റേഷൻ കിട്ടുന്നത് എളുപ്പമുള്ള കാര്യമാണോ? നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. കേവലം 53 എണ്ണത്തിന് മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ എളുപ്പമാണ് നാബ് അക്രഡിറ്റേഷൻ കിട്ടുന്നത്? എളുപ്പമല്ല അല്ലെ. കുറേയധികം ക്രൈറ്റീരിയകൾ പാലിച്ചാൽ മാത്രമാണ് നമ്മൾക്ക് എന്ത് കിട്ടുക? നാബ് അക്രഡിറ്റേഷൻ കിട്ടുക. ഓക്കെ. അതിനകത്ത് കുറച്ച് എന്താ പറയാ മെഡിക്കൽ കോളേജുകൾ വരുന്നുണ്ട്. അതിനകത്ത് ഞാൻ പറയാം. അതായത് അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തൃശ്ശൂര്, അതിന് നാബ് അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. Then Believers Church Medical College Hospital തിരുവല്ല കേരള നാബ് അക്രഡിറ്റഡ് ആണ്.
മലബാർ കോളേജ് ഓഫ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് നാബ് അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദാസ് വയനാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ കോളേജ് വയനാട് നാബ് അക്രഡിറ്റഡ് ആണ്. ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് വയനാട് അതും നാബ് അക്രഡിറ്റഡ് ആണ് കേട്ടോ. അപ്പൊ ഇത്രയും മെഡിക്കൽ കോളേജുകൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? നാബ് അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മുടെ കേരളത്തിലെ ചില ഹോസ്പിറ്റലുകളുടെ പേര് പറയാൻ ഞാൻ അതിനും എന്ത് കിട്ടിയിട്ടുണ്ട്? നാബ് അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഒന്നാണ് മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കാലിക്കറ്റ്, then കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തിരുവനന്തപുരം, ലക്ഷോർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കൊച്ചി, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ്, അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കൊച്ചി, ജനറൽ ഹോസ്പിറ്റൽ എറണാകുളം. കേട്ടോ. അപ്പൊ ഇത്രയും സ്ഥാപനങ്ങൾ അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പറയാനുള്ള ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് നമ്മുടെ ജനറൽ ആശുപത്രി, എറണാകുളത്തുള്ള ജനറൽ ഹോസ്പിറ്റലിന് നാബ് അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഏതെങ്കിലും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഏതെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു എക്സാം വന്നു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം, അതായത് കേരളത്തിലെ ഏക ജനറൽ ആശുപത്രിക്കാണ് നാബ് അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഏതാണ് പറയാ? കമന്റ് ചെയ്തേ. ജനറൽ ഹോസ്പിറ്റൽ, ജനറൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഏതാണെന്ന് വെച്ചാൽ എന്ത് പറയും? എറണാകുളം ഗവൺമെന്റ് ആശുപത്രിക്കാണ് കേട്ടോ. അല്ലെങ്കിൽ എറണാകുളം ജനറൽ ആശുപത്രിയാണ് ഏക ജനറൽ ഹോസ്പിറ്റൽ ആയിട്ട് വരുന്നത്. ഓക്കെ. അപ്പോ ഇതാണ് നാബിനെ കുറിച്ച് ബേസിക് ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. അറിഞ്ഞിരുന്നാൽ മാത്രം മതി, നോട്ടായിട്ടൊന്നും എഴുതേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ PDF-ലോട്ട് വരാം. എന്താണ് അവിടെ പറയുന്നതെന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് വായിക്കാം, ഒരു മിനിറ്റ് ഒന്ന് വായിക്കാം. ഞാനൊന്ന് വെള്ളം പിടിച്ചോട്ടെ. Okay, നോക്കാം. NAB. The NAB standards are modernized every 4 years and now the hospital puts into effect 5th edition standards, April 2020. NAB standards focus on patient safety and quality of the delivery of services by the hospital in a changing healthcare environment. NAB is given by an autonomous body established by the Government of India, known as QCI, Quality Council of India, which is the standard making body in India. Okay, ഇവിടെ പറയുന്നുണ്ട് നാബിന്റെ സ്റ്റാൻഡേർഡ് ഓരോ 4 വർഷം കൂടുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? പുതുക്കുന്നുണ്ട്. നമ്മൾ പറയില്ലേ, അതായത് ഇലക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ, പുതിയ സർക്കാരൊക്കെ വന്നു കഴിയുമ്പോൾ അവരുടേതായിട്ടുള്ള നയപരമായിട്ടുള്ള പരിപാടികൾ എന്ത് ചെയ്യാറുണ്ട്? ഒരു പുതുക്കാറുണ്ട്. ഇപ്പോൾ ഉള്ള സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കില്ല, അല്ലെങ്കിൽ നടപടികളായിരിക്കില്ല, പദ്ധതികളായിരിക്കില്ല പിന്നെയുള്ള സർക്കാർ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് നാബും. നാബിന്റെ സ്റ്റാൻഡേർഡ് അഥവാ മാനദണ്ഡങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നാബിനെ സംബന്ധിച്ച്. നമ്മൾ ഇനി കുറച്ച് മാനദണ്ഡങ്ങളൊക്കെ പഠിക്കും, എന്തൊക്കെ ക്രൈറ്റീരിയ ആണ് നാബ് പുലർത്തുന്നത് നമുക്ക് നോക്കാനായിട്ടുണ്ട്. അപ്പോ നാബിന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഓരോ 4 വർഷം കൂടുമ്പോഴും എന്താണ്? പുതുക്കാറുണ്ട്. ഇപ്പൊ നാബിന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 2020 ഏപ്രിലിൽ നിലവിൽ വന്ന 5th എഡിഷൻ സ്റ്റാൻഡേർഡ് ആണ്. അതായത് 5ാമതായിട്ട് ഇറക്കിയ എഡിഷൻ ആണ് എന്തിനുള്ളത്? ഇപ്പൊ നാബ് നിലനിർത്തിക്കൊണ്ട് പോകുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ നാബിന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 2020 ഏപ്രിലില് നിലവിൽ വന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മളൊന്ന് നോക്കി, 2020 ഏപ്രിലാണ് നാബിന്റെ 5ാമത്തെ എഡിഷൻ വന്നത്. ഇനി എപ്പോഴാണ് പുതുക്കുക നാബ്? ഒന്ന് കമന്റ് ചെയ്തേ. ഇനി എപ്പോഴാണ് നാബിന്റെ സ്റ്റാൻഡേർഡ് പുതുക്കുക? ഒന്ന് കൂട്ടി നോക്കിയേ നിങ്ങള്.
ഇത് കമന്റ് ചെയ്തേ. എപ്പോഴാ പുതുക്കുക ഇനി? 2028 2020 വന്നത്. 2025 നാബിന്റെ 6th എഡിഷൻ വരുന്നതായിരിക്കും കേട്ടോ. ഇപ്പൊ 5th എഡിഷൻ ആണ് പ്രാബല്യത്തിൽ പോകുന്നത്. 6th എഡിഷൻ 2025 നിലവിൽ വരും. അപ്പൊ നാബിന്റെ സ്റ്റാൻഡേർഡിൽ മാറ്റം വരാം. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന സ്റ്റാൻഡേർഡിൽ കുറച്ചെന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് മാറ്റം വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അതുപോലെ തന്നെ നാബ് സ്റ്റാൻഡേർഡ് ഫോക്കസ് ചെയ്യുന്നത് പേഷ്യന്റിന്റെ സേഫ്റ്റിയിലും അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് സർവീസിലുമാണ്. അതായത് ഹോസ്പിറ്റലില് പേഷ്യന്റിന് കൊടുക്കുന്ന സേഫ്റ്റി, അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പേഷ്യന്റിന് കൊടുക്കുന്ന ക്വാളിറ്റി, ഇതിലാണ് നാബിന്റെ മാനദണ്ഡങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. അത് ഓർത്തിരിക്കുക. എന്തിലൊക്കെയാണ്? പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് പേഷ്യന്റ് ക്വാളിറ്റിയിലാണ് നാബ് ഫോക്കസ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നാബ് നിശ്ചിത മാനദണ്ഡങ്ങൾ ഇറക്കിയിരിക്കുന്നത്. ഓക്കെ. നാബ് എന്ന് പറയുന്നത് ഒരു ഓട്ടോണമസ് ബോഡിയാണ്. എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ. ഇതൊരു സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോർഡാണ് ഇന്ത്യയിലെ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തയിലോട്ട് പോവാം. നാബ് മെയിൻലി ഡിവൈഡ്സ് ഹോസ്പിറ്റൽ ഇൻടു 2 മെയിൻ ഡിവിഷൻസ്. നാബ് ഹോസ്പിറ്റലുകളെ 2 രീതിയിൽ തരംതിരിക്കുന്നുണ്ട്. ഫസ്റ്റ് ഈസ് SHCO, സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വിത്ത് ലെസ് ദാൻ 50 ബെഡ്സ്. സെക്കൻഡ് ഈസ് HCO, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വിത്ത് മോർ ദാൻ 50 ബെഡ്സ്. അതായത് ഞാൻ പറഞ്ഞു നാബ് എന്ത് ചെയ്യുന്നുണ്ട്? 2 രീതിയിലെ ഹോസ്പിറ്റലുകളെ തരംതിരിക്കുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ SHCO ആണ്. SHCO എന്ന് പറഞ്ഞാല് സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആണ്. 50 കിടക്കുകളിൽ താഴെയുള്ള ഹോസ്പിറ്റലുകളെ നാബ് വിളിക്കുന്ന പേര് SHCO എന്നാണ്. ഇനി രണ്ടാമത്തത് HCO, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വിത്ത് മോർ ദാൻ 50 ബെഡ്സ്. 50 ബെഡിൽ കൂടുതലുള്ള ഹോസ്പിറ്റലുകളെ നാബ് വിളിക്കുന്നത് HCO എന്നാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. NABU standards for hospitals is arranged by the technical committee constituted by NAB that has esteemed persons from clinical, nursing and medical administrative areas. The accreditation standards consider the needs of various laws and regulations and the guidelines laid down the government from time to time. ഇവിടെ പറയുന്നത് നാബ് സ്റ്റാൻഡേർഡുകള് ഹോസ്പിറ്റലില് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആരാണ്? ഒരു ടെക്നിക്കൽ കമ്മിറ്റിയാണ്. ഓക്കെ, നാബിന്റെ സ്റ്റാൻഡേർഡുകള് ഹോസ്പിറ്റലിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ടെക്നിക്കൽ കമ്മിറ്റി ഉണ്ട്. ഈ ടെക്നിക്കൽ കമ്മിറ്റി നാബിന്റെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരമാണ് പ്രവർത്തിക്കുന്നത്. ടെക്നിക്കൽ കമ്മിറ്റിയിൽ അംഗങ്ങളായിട്ടുള്ളവരെന്ന് പറഞ്ഞാല് ക്ലിനിക്കൽ മേഖലകളിൽ നിന്നുള്ള ആളുകള്, അതായത് ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആളുകള്, നഴ്സിംഗ് മേഖലയിൽ നിന്നുള്ള ആളുകള്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ നിന്നുള്ള ആളുകളാണ് ഇതിന്റെ കമ്മിറ്റിയില് അംഗങ്ങളായിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നാബിന്റെ സ്റ്റാൻഡേർഡ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ നിയോഗിച്ചിരിക്കുന്ന ആളുകളെയാണ് ടെക്നിക്കൽ കമ്മിറ്റി എന്ന് പറയുന്നത്. നാബിന്റെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. മെഡിക്കൽ, നഴ്സിംഗ്, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ നിന്ന് ഉള്ള അംഗങ്ങളെയാണ് ഈ ടെക്നിക്കൽ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നാബിന്റെ അക്രഡിറ്റേഷൻ കിട്ടണമെങ്കിൽ, നാബ് പറയുന്ന സ്റ്റാൻഡേർഡുകൾ അനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കണമെങ്കിൽ നാബ് പറയുന്ന ലോസ് ആൻഡ് റെഗുലേഷൻസ് നമ്മളെ ഹോസ്പിറ്റലിൽ നടപ്പിലാക്കിയിരിക്കണം. ഓക്കെ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്താ പറയാ, ഓരോ വർഷം കൂടുമ്പോഴും ആരോഗ്യ രംഗത്ത് ചില നിയമങ്ങളിൽ മാറ്റം വരുത്തിയേക്കാം. അത് ഇതില് ബാധകമാണെന്നാണ് പറയുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പല മാറ്റങ്ങളും വരുത്തിയേക്കാം. ആ മാറ്റങ്ങൾക്കനുസരിച്ച് നാബിന്റെ സ്റ്റാൻഡേർഡിലും മാറ്റം വരാവുന്നതാണ്, അല്ലെങ്കിൽ അത് നടപ്പിലാക്കുന്ന രീതിയിൽ മാറ്റം വരാവുന്നതാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഒന്നുകൂടി പറയണ്ടല്ലോ, ഇനി മനസ്സിലായില്ലേ? ഇനി അടുത്തത് മെയിൻ നാബ് ഗൈഡ് ബുക്ക് സ്റ്റാൻഡേർഡ്സ് ഹാസ് 10 ചാപ്റ്റേഴ്സ് വിത്ത് 100 സ്റ്റാൻഡേർഡ്സ് ആൻഡ് 651 objective elements. Standard refers to a set of objectives for the performance. Elements come under each standard are used to observe,
The performance out of 651 objective elements, 1 or 2 are in core category, which are necessarily judged during each assessment. For 400 and പഠിക്കേണ്ടതുണ്ട്, എല്ലാം പഠിക്കണം കേട്ടോ. 459 are in commitment category, which will be judged during final assessment. 60 are in achievement category, which will be estimated during surveillance assessment. And 30 are in excellence category, which will be assessed during re-accreditation. So നാബിന് ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ എന്താണ് ഇങ്ങനെ ചോദിക്കുന്നത്, ഇതൊക്കെ പഠിക്കട്ടെ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. നമുക്ക് ഈ ചാപ്റ്റർ തന്നെ ക്വാളിറ്റി അഷുറൻസ് ആൻഡ് നാബ് എന്നാണ് ചാപ്റ്ററിന്റെ ഹെഡിങ്. അപ്പൊ നാബുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ അതിന്റെ ചോദ്യത്തിന് വലിയധികം പ്രസക്തിയില്ല. ഇവിടെ പഠിക്കണോ വേണ്ടിയോ എന്ന് പഠിച്ചിരിക്കണം. ഇപ്പൊ നാബിന് ഒരു ഗൈഡ് ബുക്ക് ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്കൊരു ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു PDF ഇല്ലേ, അതുപോലെ തന്നെ നിങ്ങളുടെ PDF ധാരാളം ചാപ്റ്റേഴ്സ് ഇല്ലേ, അതുപോലെ തന്നെ നാബിന് എന്തുണ്ട്, ഒരു ഗൈഡ് ബുക്ക് ഉണ്ട്. ആ ഗൈഡ് ബുക്കില് 10 ചാപ്റ്റേഴ്സ് ഉണ്ട്. എത്ര ചാപ്റ്ററാ ഉള്ളത് നാബിന്റെ ഗൈഡ് ബുക്കില്? 10 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ തന്നെ 100 സ്റ്റാൻഡേർഡുകൾ പറയുന്നുണ്ട്, അതായത് ക്രൈറ്റീരിയ പറയുന്നുണ്ട് കേട്ടോ. 100 സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോ 10 ചാപ്റ്റേഴ്സ്, 100 സ്റ്റാൻഡേർഡ്സ്, ദെൻ 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ട്. പിന്നെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. സ്റ്റാൻഡേർഡ് റെഫേഴ്സ് ടു ഒബ്ജക്റ്റീവ് ഫോർ ദ പെർഫോമൻസ്, അതായത് ലക്ഷ്യത്തിലെത്താനുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എന്ന് പറയാം. പെർഫോമൻസിനെയാണ് ശരിക്കും പറഞ്ഞത് പറയാ സ്റ്റാൻഡേർഡ് എന്ന് ഇവിടെ പറയുന്നത്. Elements come under each standard are used to observe the performance. ഇനി എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെർഫോമൻസിനെ ഒബ്സർവ് ചെയ്യാനുള്ള ഒരു എന്താ പറയാ ഒരു സ്റ്റാൻഡേർഡിനെയാണ് നമ്മൾ എലമെന്റ്സ് എന്ന് പറയാം. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതില്ല. ഇവിടെ എണ്ണം പറയുന്നുണ്ട്, അതാണ് നിങ്ങൾ പ്രധാനമായിട്ട് നോക്കേണ്ടത്. എത്ര ചാപ്റ്ററുകളാണ് ഉള്ളത് ഒന്ന് പറഞ്ഞേ. ചാപ്റ്റേഴ്സ്, സ്റ്റാൻഡേർഡ്സ്, എലമെന്റ്സ് എത്ര നോക്കുന്നത് പെട്ടെന്നൊന്ന് കമന്റ് ചെയ്തേ. 3 എണ്ണം കൂടി. 10 ചാപ്റ്റർ, 100 സ്റ്റാൻഡേർഡ്, ദെൻ 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് വരുന്നുണ്ട്. അതിനകത്ത് ഈ പറയുന്നുണ്ടല്ലോ ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ 651 എണ്ണമാണ്. 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ട്. അതിനകത്ത് തന്നെ 102 എണ്ണം കോർ കാറ്റഗറിയിൽ വരുന്നതാണ്. കോർ കാറ്റഗറി, ഓക്കെ, കോർ കാറ്റഗറിയിൽ വരുന്നതാണ് 102 എണ്ണം. എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ അസസ്മെന്റിന് ശേഷം അതിനെ ജഡ്ജ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് അവിടെ പറയുന്നത് ജഡ്ജഡ് ഡ്യൂറിങ് ഈച്ച് അസസ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ 459 എണ്ണം കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിലാണ് വരുന്നത്. ഓക്കെ, 459 എണ്ണം കമ്മിറ്റ്മെന്റ് കാറ്റഗറി. അതിനെ ജഡ്ജ് ചെയ്യുന്നത് ഫൈനൽ അസസ്മെന്റിന് ശേഷമാണ്. ഫൈനൽ അസസ്മെന്റിന് ശേഷമാണ് ജഡ്ജ് ചെയ്യുന്നത്. ദെൻ 60 എണ്ണം അച്ചീവ്മെന്റ് കാറ്റഗറിയിലാണുള്ളത്. 60 എണ്ണം എവിടെയാണ്? അച്ചീവ്മെന്റ് കാറ്റഗറിയിലാണുള്ളത്. അത് സർവൈലൻസ് അസസ്മെന്റിലാണ് വരിക. ഓക്കെ, സർവൈലൻസ് അസസ്മെന്റിലാണ് വരിക. നിരീക്ഷണത്തിന് വിധേയമായിട്ടാണ് അത് വരിക. ഓക്കെ, ദെൻ 30 എണ്ണം എക്സലൻസ് കാറ്റഗറിയിലാണ് വരിക. അതിനെ നമുക്ക് പുനർമൂല്യനിർണയം ചെയ്യാവുന്നതാണ്. ഓക്കെ, അതൊന്നും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട. ജസ്റ്റ് ആ നമ്പറുകൾ മാത്രം, അതൊന്നും ചോദിക്കില്ല. എങ്ങനെയാണ് ഇതൊന്നും വരികയെന്ന് ചോദിക്കില്ല. നമ്പറുകൾ അറിഞ്ഞിരിക്കുക. 10, 100, 651, 102, 489, 60, 30 ഈ പ്രധാനപ്പെട്ട നമ്പറുകളെ നമുക്ക് എഴുതി വെക്കാം കേട്ടോ. ഓക്കെ, അതെന്താണെന്ന് ചോദിക്കാം. ക്ലിയർ ആയല്ലോ? ക്ലിയർ അല്ലേ? ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇനി നാബ് സ്റ്റാൻഡേർഡുകൾ കുറച്ചുകൂടെ പറയുന്നുണ്ട്. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. അത് ജസ്റ്റ് നമ്മൾ നോക്കിയാൽ മതി. പിന്നെ അതുപോലെ തന്നെ എന്റെ ഷോർട്ട് ഫോമും നോക്കി പോകണം കേട്ടോ. ഷോർട്ട് ഫോമും നമ്മൾ നോക്കി പോകണം. ഓക്കെ, അപ്പൊ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡിൽ എന്തൊക്കെയാണ് നോക്കാം. ആക്സസ്, അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. പേഷ്യന്റ് കെയറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് AAC. ഓക്കെ, ദെൻ കെയർ ഓഫ് പേഷ്യന്റ് അഥവാ CFP.
Then മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ, മരുന്നുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. MOM, പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ, PRE, പേഷ്യന്റ് അവകാശങ്ങള്, വിദ്യാഭ്യാസം, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്. Then ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ, ഹോസ്പിറ്റലിന്റെ അണുബാധ നിയന്ത്രണം. ഇത് എന്ത് സ്റ്റാൻഡേർഡിലാണ് വരുന്നത്? പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡിലാണ് വരിക. അപ്പൊ ഇത് നോക്കി വെക്കുക. അതായത് ഇതിന് ക്വസ്റ്റ്യൻ വരാവുന്ന എങ്ങനെയാണ്? പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡില് വരാത്തത് ഏത്, അല്ലെങ്കിൽ വരുന്നത് ഏത്, അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏത്, ഉൾപ്പെടുന്നത് ഏത്, അങ്ങനെയാണ് ഇതിനകത്ത് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ. ദെൻ ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്, അതെന്താണെന്ന് നോക്കാം. പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്, ഇത് ഒരു ഹോസ്പിറ്റലിന്റെ ബേസ് ചെയ്തുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ സ്റ്റാൻഡേർഡുകളാണെന്ന് നോക്കാം. ഒന്ന് പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, PSQ. Then responsibility of management, ROM. Facility management and safety, FMS. Human resource management, HRM. Information management system, IMS. ഇത് ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ. അപ്പൊ ഇത് രണ്ടും എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മാത്രം മതി. അതിന്റെ ഷോർട്ട് ഫോം അറിഞ്ഞിരിക്കുക കേട്ടോ. ഓക്കെ. COP എന്താണെന്ന് ചോദിക്കുകയെങ്കിൽ നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റണം കെയർ ഓഫ് പേഷ്യന്റ് ആണെന്ന്. ഓക്കെ. പിന്നെ അടുത്തത് നാബ് ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ്, മാനുവൽ ക്വാളിറ്റി സേഫ്റ്റി ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ. ദീസ് 3 manuals must be assessed and revised every year. അതായത് നാബിന്റെ ഡോക്യുമെന്റേഷൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ മാനുവലിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ക്വാളിറ്റി, സുരക്ഷ. 2 സേഫ്റ്റി, ക്വാളിറ്റി ഗുണനിലവാരം. 2 സേഫ്റ്റി, സുരക്ഷ. 3 ഇൻഫെക്ഷൻ കൺട്രോൾ, അണുബാധ നിയന്ത്രണം. ഇത്രയും കാര്യങ്ങളാണ് നാബിന്റെ മാനുവലിൽ വരുന്നത്. ഈ മാനുവല് ഓരോ വർഷം കൂടുന്തോറും പുതുക്കുന്നതായിരിക്കും കേട്ടോ. അതായത് ക്വാളിറ്റിയുമായി, ഹോസ്പിറ്റലിലെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, അതുപോലെ പേഷ്യന്റ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഓരോ വർഷം കൂടുന്തോറും പുതുക്കുന്നതായിരിക്കും. എന്തൊക്കെ കമ്മിറ്റികളാണ് വരുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ. പ്രധാനപ്പെട്ട കമ്മിറ്റികള് നാബിന്റെ കീഴിൽ വരുന്ന ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ, ഹോസ്പിറ്റലിന്റെ അണുബാധ നിയന്ത്രണം. ദെൻ ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി കമ്മിറ്റി, ഗുണനിലവാരവും സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കമ്മിറ്റി. ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി, ഹോസ്പിറ്റലിലെ ഫാർമസി. ദെൻ ചികിത്സാപരമായിട്ടുള്ള കമ്മിറ്റി. കോഡ് ബ്ലൂ കമ്മിറ്റി, കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കമ്മിറ്റി. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കമ്മിറ്റി, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള കമ്മിറ്റി. മെഡിക്കൽ റെക്കോർഡ് റിവ്യൂ കമ്മിറ്റി, അതായത് മെഡിക്കൽ റെക്കോർഡുമായി ബന്ധപ്പെട്ട കമ്മിറ്റി. ഡിസിപ്ലിനറി ആൻഡ് ഗ്രീവൻസസ് ഹാൻഡ്ലിംഗ് കമ്മിറ്റി, അതായത് പ്രശ്നങ്ങൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പരാതി പരിഹാരവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി. ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റി, അതായത് ഹോസ്പിറ്റലിൽ തന്നെ സ്റ്റാഫുകൾക്കിടയിൽ പല പല പ്രശ്നങ്ങൾ ഉണ്ടാവാം അല്ലെ, അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കമ്മിറ്റികൾ. അപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ട നാബ് ഡോക്യുമെന്റേഷൻ ആവശ്യമായിട്ടുള്ള കമ്മിറ്റികൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട കമ്മിറ്റികൾ ഇത്രയും. ഓക്കെ. അടുത്ത പറഞ്ഞോട്ടെ ഞാൻ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് പറയാലോ. ഇനി കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ അഥവാ KPI 32 മാൻഡേറ്റഡ് ബൈ നാബ്. അതായത് നാബിന്റെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരം അല്ലെങ്കിൽ നാബിന്റെ സ്റ്റാൻഡേർഡുകൾ അനുസരിച്ചിട്ട് ഹോസ്പിറ്റലുകളിൽ പ്രധാനമായും ചെയ്യേണ്ട ചില ക്രൈറ്റീരിയകൾ ഉണ്ട്. താഴെ പറയുന്ന കാര്യങ്ങളാണ് നാബിന്റെ സ്റ്റാൻഡേർഡ് കേട്ടോ. എനിക്ക് കുറെ നേരമായാലും സ്റ്റാൻഡേർഡ് ക്രൈറ്റീരിയ, മാനദണ്ഡം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അത് നടപ്പിലാക്കി ആ പെർഫോമൻസിൽ മികച്ച നിലവാരം പുലർത്തിയാലാണ് നാബ് അക്രഡിറ്റേഷൻ കിട്ടുക. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ വരുന്നതെന്ന് നോക്കാം നമുക്ക്. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് നാബ് ശ്രദ്ധിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളില് വേരിയേഷൻ വരുന്നുണ്ട്, ഏതൊക്കെ കാര്യങ്ങൾ മികച്ചതായി പോകുന്നുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നാബ് അക്രഡിറ്റേഷൻ അഥവാ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ഇപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാല് ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ് ഓഫ് ഇൻഡോർ പേഷ്യൻസ്. അവിടെ വരുന്ന പേഷ്യൻസിന് അല്ലെങ്കിൽ അവിടെ അഡ്മിറ്റ് ആകുന്ന പേഷ്യൻസിന്റെ ഇനീഷ്യൽ അസസ്മെന്റിന് എത്ര ടൈം എടുക്കുന്നുണ്ടെന്ന് നാബ് നോക്കുന്നുണ്ട്. അവരെ വളരെ കുറച്ച് സമയം കൊണ്ടാണോ അവര് എന്താ പറയാ അവരുടെ ഇനീഷ്യൽ അസസ്മെന്റ് എടുക്കുന്നത്. ഇനീഷ്യൽ അസസ്മെന്റ് എന്ന് പറഞ്ഞാല് പ്രഷർ നോക്കുക, BP നോക്കുക, പൾസ് നോക്കുക, ഇതൊക്കെയാണ് ഇനീഷ്യൽ അസസ്മെന്റിൽ വരുന്നത് കേട്ടോ. അപ്പൊ വരുന്ന പേഷ്യൻസിന് എത്ര സമയം കൊണ്ടാണ് ഇവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്,
ആ ഒരു റേഷ്യോ നാപ്പ് നോക്കി കാണുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. എത്ര സമയം കൊണ്ടാണ് പേഷ്യൻസിന് ഡിസ്ചാർജ് കൊടുക്കുന്നത്? നമുക്കറിയാം രാവിലെ ഡോക്ടർമാർ റൗണ്ട്സിന് വരുമ്പോഴായിരിക്കും ഡിസ്ചാർജ് ചെയ്യുക. പക്ഷെ നമ്മൾ അവിടെ നിന്ന് പോകുന്നത് ആ ഹോസ്പിറ്റലിന്റെ പല പ്രൊസീജിയറും കഴിഞ്ഞ് ചിലപ്പോൾ ഈവനിങ് ആയിരിക്കും നമ്മൾ പോകുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നാം നോക്കി കാണുന്നുണ്ട്. ഹോസ്പിറ്റലിലെ രോഗിയെ ഡിസ്ചാർജ് ചെയ്യുന്നത് ഏത് സമയത്താണ്, അല്ലെങ്കിൽ എത്ര സമയം എടുത്തിട്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് രോഗിയെ പറഞ്ഞയക്കുന്നത്, അത് നാം നോക്കി കാണുന്ന ഒരു സ്റ്റാൻഡേർഡ് ആണ്. മൂന്നാമത്തത്, ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ കണക്റ്റഡ് പ്രഷർ അൾക്കേഴ്സ് ആഫ്റ്റർ അഡ്മിഷൻ. അതായത് ദീർഘകാലം ബെഡിൽ കിടക്കുന്ന പേഷ്യൻസിന് ബെഡ് സോർ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്, അല്ലെ? അവരുടെ സ്കിൻ എന്ത് ചെയ്യും, വളരെ കാലം, അതായത് ബെഡിൽ തന്നെ കിടക്കുന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിലും കോമ പേഷ്യൻസ് ഒക്കെ ആണെങ്കിലും ബെഡിൽ തന്നെ കിടന്ന് അവർക്ക് ബെഡ് സോർ വരും. അവരുടെ സ്കിന്ന് ടിഷ്യൂ ഒക്കെ എന്താവും, ഡാമേജ് ആകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഓക്കെ, അതാണ് പ്രഷർ അൾക്കേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അഡ്മിഷന് ശേഷം എത്ര പേഷ്യൻസിൽ ഇങ്ങനെ ബെഡ് സോർ വരുന്നുണ്ട് എന്നതിന്റെ റേഷ്യോ നാം നോക്കി കാണുന്നുണ്ട്. ഓക്കെ, നാലാമത്തെ പോയിന്റ്, നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറർ പെർ 1000 ഇൻവെസ്റ്റിഗേഷൻ. ഒരു ദിവസം 1000 ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകൾ എടുത്താല് അതിൽ എത്ര എണ്ണത്തിന് എറർ വരുന്നുണ്ടെന്ന് നാം നോക്കുന്നുണ്ട്. ഓക്കെ, the number of variations observed in mock drills. ഇനി മോക്ക് ഡ്രില്ലുകൾ ഞാൻ ശാസ്ത്രത്തിൽ പറഞ്ഞതാണ്. മോക്ക് ഡ്രില്ലുകൾ എന്ന് പറഞ്ഞാല് എന്താ പറയാ, നമ്മൾ മുൻകൂട്ടി ഡെമോ പോലെ ചെയ്യുന്നതാണ്, അല്ലെ? കോഡ് ബ്ലൂ ആക്ടിവേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ എന്താ പറയാ, പല ടീം വർക്ക് ആയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോക്ക് ഡ്രില്ലുകൾ ചെയ്യുന്നത്. മോക്ക് ഡ്രില്ലുകൾ എത്രമാത്രം മികച്ച രീതിയിൽ ഹോസ്പിറ്റലുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നതിന്റെ റേഷ്യോ നാം നോക്കുന്നുണ്ട്. Then percentage of adherence to safety precautions by staff working in diagnostic. ഡയഗ്നോസ്റ്റിക് ഏരിയ, അതായത് രോഗനിർണയവുമായി ബന്ധപ്പെട്ടുള്ള ഏരിയകളിലൊക്കെ സ്റ്റാഫുകള് എത്രമാത്രം പ്രിക്കോഷൻസ് എടുക്കുന്നുണ്ട്. ഇപ്പൊ ലാബ് പോലുള്ള സ്ഥലങ്ങളില്, എക്സ്റേ എടുക്കുന്ന സ്ഥലങ്ങളില് അവിടെയൊക്കെ ശരിയായിട്ട് മാസ്ക് ധരിക്കുന്നുണ്ടോ സ്റ്റാഫുകള്, അതുപോലെ തന്നെ ശരിയായിട്ട് കയ്യുറകളൊക്കെ ധരിക്കുന്നുണ്ടോ, ഗ്ലൗസ് ഒക്കെ ധരിക്കുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് സേഫ്റ്റി പ്രിക്കോഷൻസ് എന്ന് പറഞ്ഞാൽ. എത്രമാത്രം സേഫ്റ്റി പ്രിക്കോഷൻസ് എടുത്തിട്ടാണ് ഇവരിത് ചെയ്യുന്നതെന്ന് നാം നോക്കുന്നുണ്ട്. Then percentage of medication charts with the error prone abbreviation. അതായത് തെറ്റായിട്ടുള്ള എന്താ പറയാ അബ്രീവിയേഷൻസ്, അതായത് ഇപ്പോ ഡോക്ടർ എഴുതി കൊടുക്കുന്ന പ്രിസ്ക്രിപ്ഷന്റെ ചാർട്ട് ഫാർമസിസ്റ്റിനെ വായിക്കാൻ പറ്റാത്ത വരിക, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരിക, അതിനകത്ത് എഴുതിയിരിക്കുന്ന മരുന്ന് അല്ല ചിലപ്പോൾ ഫാർമസിസ്റ്റ് കൊടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാറില്ലേ, അതിനെയാണ് നമ്മൾ പ്രോൺ അബ്രീവിയേഷൻ എന്ന് പറയുന്നത് കേട്ടോ. മെഡിക്കൽ ചാർട്ടുകളിൽ അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻസിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അതിനെയാണ് പ്രോൺ അബ്രീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു റേഷ്യോ, എത്ര പേഷ്യൻസിന് ഇങ്ങനെ അതായത് പ്രിസ്ക്രിപ്ഷൻ മനസ്സിലാവാതെ ഫാർമസിസ്റ്റ് തിരിച്ചയക്കുന്നുണ്ട്, വീണ്ടും ഡോക്ടറെ വിളിക്കേണ്ട ആവശ്യം അവിടെ വരുന്നുണ്ടോ, അതിന്റെയൊക്കെ റേഷ്യോ ഇവിടെ നോക്കുന്നുണ്ട്. Then percentage of inpatients developing unfavorable drug reaction. പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ, അതായത് ഇൻപേഷ്യന്റ് അഡ്മിറ്റ് ആകുന്ന പേഷ്യൻസിന് നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോ ഇഞ്ചക്ഷൻ ഒക്കെ ഇരിക്കും, അല്ലെങ്കിൽ ചില മെഡിസിൻസ് കൊടുക്കും, കാനുവൽ ഇട്ടിട്ട് അതിൽ നിന്ന് പല മരുന്നുകൾ ഇഞ്ചക്ട് ചെയ്യും. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് ഡ്രഗ് റിയാക്ഷൻ ഉണ്ടാകുന്നുണ്ടോ, അവിടെ വരുന്ന ഇൻപേഷ്യൻസിൽ എത്ര പേർക്ക് ഡ്രഗ് റിയാക്ഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന്റെ റേഷ്യോ നാം നോക്കുന്നുണ്ട്. Then percentage of unplanned return to OT. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് അൺപ്ലാൻഡ് ആയിട്ട്, അതായത് നേരത്തെ തന്നെ നിശ്ചയിച്ച പ്രകാരം അല്ലാതെ എത്ര പേരെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്, ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാതെ എത്ര പേഷ്യൻസിനെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് എന്നതിന്റെ റേഷ്യോ നാം നോക്കി കാണുന്നുണ്ട്. ഓക്കെ, then percentage of near misses. Percentage of near misses എന്ന് പറഞ്ഞാല് പേഷ്യന്റെ കയ്യിൽ എത്തുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യത്തെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതിനെയാണ് നിയർ മിസ്സസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ മെഡിക്കൽ ഷോപ്പില് മരുന്നിന് വേണ്ടി പോവാണ്. ഇപ്പോ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുത്തു, പ്രിസ്ക്രിപ്ഷനുമായിട്ട് ഫാർമസിസ്റ്റ് പോയി, ഫാർമസിസ്റ്റ് മരുന്നുകൾ കൊണ്ടുവരികയാണ്. ഒരു മരുന്ന് എടുത്തുകൊണ്ട് വന്നു, ഒരു മരുന്ന് എടുത്തുകൊണ്ട് വന്നു,
നമ്മുടെ കയ്യിൽ അത് തരാനായിട്ട് പോകുന്നതിന് മുമ്പായിട്ട് അവർ ഐഡന്റിഫൈ ചെയ്യാണ് മരുന്ന് മാറിപ്പോയി, മരുന്ന് ഇതല്ല. അതിനെയാണ് ഡിയർ മിസ്സസ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ശരിയായ കാര്യം പേഷ്യന്റ് കയ്യിൽ എത്തുന്നതിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ ശരിയല്ലാത്ത കാര്യം പേഷ്യന്റ് കയ്യിൽ എത്തുന്നതിന് മുമ്പായിട്ട് ആ ഒരു തെറ്റ് ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വ്യക്തി, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി ആ കാര്യം ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെ എന്ത് പറയാം? നിയർ മിസ്സസ് എന്ന് പറയാൻ പറ്റും. ക്ലിയർ ആണോ? ഇപ്പൊ ഞാനൊരു ജെ വരെ പോയിന്റുകൾ പറഞ്ഞു. ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉള്ളവർ ചോദിക്കാവുന്നതാണ് കേട്ടോ. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ ക്ലിയർ ആണോ? സ്റ്റാൻഡേർഡുകള് ഞാൻ എന്തൊക്കെയാണ് നോക്കുന്നതെന്ന് ലാസ്റ്റ് പറയണം. ഞാൻ പറഞ്ഞുതരാം. ശ്രീജി ഇപ്പൊ ഒരു മരുന്നിന് വേണ്ടിയിട്ട് മെഡിക്കൽ ഷോപ്പിൽ പോവാണ്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ ഫാർമസിയില് ശ്രീജ നിൽക്കുകയാണ്. ശ്രീജി ഒരു മരുന്നിന് എന്താ പറയാ, ഒരു പ്രിസ്ക്രിപ്ഷൻ, ഡോക്ടർ തന്ന ഒരു പ്രിസ്ക്രിപ്ഷൻ ഫാർമസിസ്റ്റിന് കൊടുത്തു. ഫാർമസിസ്റ്റ് അത് പോയിട്ട് നേരെ അവരുടെ സ്റ്റോർ റൂമിൽ പോയിട്ട് അവർ ആ ഒരു മരുന്ന് എടുത്തുകൊണ്ട് വരുന്നു. മരുന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ശ്രീജയുടെ കയ്യിൽ തരാനായിട്ട് പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് അവർ കൈ വലിക്കുകയാണ്. അവർ പറയും 5 സെക്കൻഡ് എന്ന് പറഞ്ഞ് അവര് വീണ്ടും പോയി വേറൊരു മരുന്ന് എടുത്തുകൊണ്ട് വരികയാണ്. എന്താ അവിടെ സംഭവിച്ചേ? അതായത് ശ്രീജയുടെ കയ്യിൽ ആ മരുന്ന് എത്തുന്നതിന് മുമ്പായിട്ട് അവർ ഐഡന്റിഫൈ ചെയ്യാണ് ഇത് ഡോക്ടർ എഴുതിയ മരുന്നല്ല, മരുന്നുകൾ മാറിപ്പോയി എന്നവരെ ഐഡന്റിഫൈ ചെയ്യും. ദാറ്റ് ഈസ് നിയർ മിസ്സസ്. ഓക്കെ, ഇതിങ്ങനെയാണ് കോമൺ ആയിട്ട് പറയാ. നമ്മളുടെ കയ്യിൽ പേഷ്യന്റെ കയ്യിൽ എത്തുന്നതിന് മുമ്പായിട്ട് ശരിയായിട്ടുള്ള കാര്യം ഐഡന്റിഫൈ ചെയ്യുന്നതിനെ നമ്മുടെ നിയർ മിസ്സസ് എന്ന് പറയുന്നത്. Then percentage of medical records having imperfect or improper consent. അതായത് ഹോസ്പിറ്റലിലുള്ള മെഡിക്കൽ റെക്കോർഡുകളിൽ എത്ര മെഡിക്കൽ റെക്കോർഡ് ഇംപെർഫെക്റ്റ് ആയിട്ടുണ്ട്, അതായത് കംപ്ലീറ്റ് ആയിട്ട് ഫിൽ ചെയ്തിട്ടില്ലാത്ത മെഡിക്കൽ റെക്കോർഡ് ഉണ്ടാവാം, അല്ലെങ്കിൽ കൺസെന്റുകൾ ഇല്ലാത്ത മെഡിക്കൽ റെക്കോർഡുകൾ ഉണ്ടാവാം. അതിന്റെ റേഷ്യോ എത്രയാണെന്ന് നോക്കുന്നുണ്ട്. Then percentage of transfusion reaction. അതായത് നമ്മള് പേഷ്യൻസിന്റെ, അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ബ്ലഡ് ഒക്കെ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമല്ലോ. അതായത് ട്രാൻസ്ഫ്യൂഷൻ നടത്തുമ്പോൾ ബ്ലഡ് ഒക്കെ കയറ്റുമ്പോൾ ചിലർക്ക് അലർജി ഉണ്ടാവാറുണ്ട്, ചിലർക്ക് ഫീവർ, ഇച്ചിങ് പോലുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ അതിന്റെ പെർസെന്റേജ് എത്രയാണെന്ന് നോക്കി കാണുന്നുണ്ട്. ഇങ്ങനെ ബ്ലഡ് ചിലപ്പോ ബ്ലഡ് തമ്മിൽ ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അല്ലെ, അതായത് റിയാക്ഷൻ ഉണ്ടാവും ബോഡിയിൽ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. അതിന്റെ പെർസെന്റേജ് ആണ് അവിടെ പറയുന്നത്. ദെൻ എം പറയുന്നത് percentage of cases who received suitable prophylactic antibiotics within the specified time frame. അതുപോലെ തന്നെ രോഗികളിൽ എത്ര പേര് കറക്റ്റ് ആയിട്ട് ആന്റിബയോട്ടിക്സ് ഒക്കെ കഴിച്ചിട്ടുണ്ട്, ആന്റിബയോട്ടിക്സ് കഴിച്ചിട്ട് ആ ഒരു ടൈം പീരീഡിനുള്ളിൽ തന്നെ അവരുടെ രോഗം മാറിയിട്ടുണ്ടോ എന്നും കൂടി ലാബ് ചെക്ക് ചെയ്യുന്നുണ്ട്. Then percentage of surgeries where the organization procedure to prevent hostile events like a wrong site, a wrong patient and wrong surgery have been adhered to. ഇനി നമ്മൾ ചില പേഷ്യൻസിനൊക്കെ സർജറി ചെയ്യാനായിട്ട് കൊണ്ടുപോകുമ്പോൾ സർജറി ചെയ്യുന്ന സ്ഥലം മാറിപ്പോകും. അതായത് സർജറി സൈറ്റ് ചിലപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിന് പകരം വേറെ ഏതെങ്കിലും ഒരു ഏരിയയിലൊക്കെ ആയിരിക്കും നമ്മൾ പേഷ്യന്റിനെ കൊണ്ടുപോവുക, അല്ലെങ്കിൽ പേഷ്യന്റിനെ തമ്മിൽ മാറിപ്പോകും. ചിലപ്പോ 2 പേഷ്യന്റ് ഉണ്ടാവും, ഒരുപോലെ സർജറി ആയിരിക്കും ചെയ്യേണ്ടത്, പക്ഷെ പേഷ്യന്റിനെ തമ്മിൽ പരസ്പരം മാറിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ റോങ് സർജറി, ചിലപ്പോൾ തലയ്ക്കായിരിക്കും ഓപ്പറേഷൻ ചെയ്യുക, പക്ഷെ ചിലപ്പോൾ വയറിന്റെ ഭാഗത്തായിരിക്കും ആ പേഷ്യന്റ് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയുള്ള കാര്യങ്ങൾ, സർജറി ചെയ്യുന്ന പാർട്ടുകളൊക്കെ തമ്മിൽ മാറിപ്പോകുന്ന സാഹചര്യങ്ങളും നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ഉണ്ടാവാറുണ്ട്. നിങ്ങൾ ന്യൂസിലൊക്കെ കേൾക്കാറുണ്ടെന്ന് തോന്നുന്നു. അപ്പോ ഇങ്ങനെയുള്ള അതിന്റെ റേഷ്യോ ലാബ് നോക്കിക്കാണുന്നുണ്ട്. എങ്ങനെ ഇത്രയും തെറ്റുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ള തെറ്റുകൾ എത്രത്തോളം വരുത്തിയിട്ടുണ്ടെന്നുള്ള ഒരു റേഷ്യോ ആണ് ലാബ് നോക്കിക്കാണുന്നത്. ഓക്കെ, മെഡിക്കേഷൻ എറർ റേറ്റ്, അതായത് മരുന്നുകളുടെ പിശക് മൂലം എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ മരുന്നുകളിൽ എത്രത്തോളം മരുന്നുകൾ തെറ്റിയിട്ടാണ് തരുന്നത് എന്നുള്ള ഒരു റേറ്റ് നോക്കുന്നുണ്ട്. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ, അതായത് സർജറി ചെയ്ത ഭാഗം പഴുക്കുക, സർജറിയുടെ തുന്നൽ വിടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷനിലാണ് വരുന്നത് കേട്ടോ. സർജറിക്കായി കൊണ്ടുപോകുന്ന പേഷ്യൻസിന്റെ സർജറി ചെയ്ത പാർട്ട് പഴുക്കുകയും
തുന്നലൊക്കെ വിട്ടിട്ട് സ്റ്റിച്ചസ് ഒക്കെ വിട്ടിട്ടുള്ള അവസ്ഥ കണ്ടീഷൻ ഒക്കെ ഉണ്ടാവാറുണ്ട്. അതിന്റെ റേഷ്യോ നോക്കിക്കാണാറുണ്ട്. Then standardized mortality ratio in ICU. ICUല് എത്ര പേഷ്യൻസ് ഡെത്ത് ആയിട്ടുണ്ട്, ICUയിൽ വരുന്ന പേഷ്യൻസില് എത്ര പേരെ ഡെത്ത് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നതിന്റെ റേഷ്യോ കൂടി നോക്കിക്കാണുന്നു. Then return to the emergency department within 72 hours with the similar presenting complaints. ഇനി എമർജൻസിയിൽ വരുന്ന പേഷ്യൻസ് ഉണ്ട്. എമർജൻസിയിൽ വരുന്ന പേഷ്യൻസിനെ 72 മണിക്കൂറിനുള്ളില് അവരുടെ അതേ കാരണം കൊണ്ട് തിരിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ അതിന്റെ റേഷ്യോ നോക്കി കാണുന്നുണ്ട്. ഇപ്പൊ ഒരു ആക്സിഡന്റ് പറ്റിയ ഒരാളെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്നു. അയാൾ വരുമ്പോ തുടങ്ങി ബ്ലീഡിംഗ് ഉണ്ട്. 72 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇയാളുടെ ബ്ലീഡിംഗ് നിർത്താനായിട്ട് സാധിക്കുന്നില്ല. ഉടനെ തന്നെ ഇയാളെ ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോ അതിന്റെ റേഷ്യോ എത്ര പേര് സിമിലർ കംപ്ലൈന്റുമായിട്ട് എമർജൻസി റൂമിൽ നിന്ന് അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മടങ്ങി പോകുന്നുണ്ട് എന്നതിന്റെ റേഷ്യോ ഇവിടെ നോക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കത്തീറ്റർ റിലേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ റേറ്റ്. അതായത് കത്തീറ്റർ റിലേറ്റഡ് എന്ന് പറഞ്ഞാല് ഓപ്പറേഷൻ സർജറി ഒക്കെ കഴിഞ്ഞ പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് യൂറിൻ പാസ് ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ. അതായത് എണീറ്റ് പോയി യൂറിൻ പാസ് ചെയ്യാനുള്ള അവസ്ഥയുടെ കണ്ടീഷൻ ആയിരിക്കില്ല അവരുടേത്. അപ്പൊ അവർക്ക് കത്തീറ്ററിൽ ആ ഒരു ബാഗ്, യൂറിൻ ബാഗ് ഇടും അല്ലെ. അവരുടെ ബെഡിന്റെ അടിയിലായിട്ട് യൂറിൻ ബാഗ് ഇട്ടിട്ട് ഒരു ട്യൂബ് വഴിയാണ് എന്ത് ചെയ്യുക, യൂറിൻ സ്റ്റോർ ചെയ്ത് വെക്കുക. ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ഈ ട്യൂബ് വഴി എന്ത് ചെയ്യാറുണ്ട്, ചില ഇൻഫെക്ഷൻ സാധ്യത ഉണ്ടാവാറുണ്ട്. അണുക്കള് അല്ലെങ്കിൽ രോഗാണുക്കള് ഈ ഒരു യൂറിൻ ബാഗിലൂടെ ട്യൂബ് വഴി ഇവരുടെ ബോഡിയിലേക്ക് കയറി പോകാറുണ്ട്. അപ്പോ അതിന്റെ ഇൻഫെക്ഷൻ റേറ്റ് എത്രമാത്രമാണ് ഇങ്ങനെയുള്ള ബാഗ് അല്ലെങ്കിൽ ട്യൂബുകളുടെ ഉപയോഗം മൂലം ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്, അതിന്റെ റേറ്റ് നോക്കി കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ഒന്നും കൂടി പറയാം. വെന്റിലേറ്റർ റിലേറ്റഡ് ന്യൂമോണിയ റേറ്റ് അതുകൂടി പറഞ്ഞിട്ട് നിർത്താം കേട്ടോ. വെന്റിലേറ്റർ റിലേറ്റഡ് ന്യൂമോണിയ റേറ്റ് എന്ന് പറഞ്ഞാല് വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസ് ഉണ്ട് അല്ലെ. ദീർഘകാലമായിട്ട് വെന്റിലേറ്ററിൽ കിടക്കുന്ന ധാരാളം പേഷ്യൻസ് ഉണ്ട്. അവർ വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ, വെന്റിലേറ്റർ അവർക്ക് ഉപയോഗിക്കുമ്പോൾ അവരുടെ കഫ്, അതായത് ഈ ധാരാളം നാളുകൾ ഈ സാധനം ഉപയോഗിക്കുമ്പോൾ കഫം വന്നടിയാനായിട്ട് സാധ്യതയുണ്ട്. ചെസ്റ്റില് കഫം വന്നടിയാനായിട്ട് സാധ്യതയുണ്ട്. കഫം ഇങ്ങനെ ഇൻക്രീസ് ആവുമ്പോൾ ന്യൂമോണിയ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ എത്ര പേർക്ക് വെന്റിലേറ്ററിൽ കഴിയുന്ന എത്ര പേഷ്യൻസിന് ന്യൂമോണിയ ഉണ്ടായിട്ടുണ്ട് എന്നതിന്റെ റേഷ്യോ കൂടി ഇവിടെ നോക്കി കാണുന്നുണ്ട്. ഓക്കെ, ഇത്രയും മതി ഇന്ന്. ഇത്രയും കാര്യങ്ങളാണ് ചില സ്റ്റാൻഡേർഡുകൾ. ഇനി ഇതിന്റെ കുറച്ച് സ്റ്റാൻഡേർഡുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ക്ലിയർ ആണോ? ബോറടിച്ചോ? അതിങ്ങനെ കുറെ ഇങ്ങനെ പറയാനുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ എന്തായാലും മനസ്സിലാക്കി വെക്കണം. ക്ലിയർ ആണോ? ഞാൻ മൈക്ക് ഓൺ ചെയ്തോട്ടെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. ചെറുതായി ബോറടിച്ച് സാരമില്ല, എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇത് എന്തായാലും മനസ്സിലാക്കി പോകണ്ടേ, എന്താണെന്ന് അറിയണ്ടേ. മലയാളത്തിൽ എഴുതി എടുത്തിട്ടുണ്ടോ ആരെങ്കിലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ വെറുതെ കേട്ടിരിക്കുകയാണോ ചെയ്തേ? പോയിന്റ് എമ്മോ? പോയിന്റ് എം എന്ന് പറഞ്ഞാൽ ആന്റിബയോട്ടിക്സ് രോഗികളിൽ യൂസ് ചെയ്യില്ലേ, ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കില്ലേ, മരുന്നുകള്. ആ ആന്റിബയോട്ടിക്കുകള് നിശ്ചിത ടൈം ഫ്രെയിമിനുള്ളിൽ ഉപയോഗിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഉപയോഗിച്ചതിന് ശേഷം രോഗിക്ക് അസുഖം മാറുന്നുണ്ടോ എന്നതിന്റെ റേഷ്യോയാണ് എം പറയുന്നത് കേട്ടോ. ഇപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു 5 ദിവസത്തെ ആന്റിബയോട്ടിക് തന്നിരിക്കാം. 5 ദിവസത്തെ ആന്റിബയോട്ടിക് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ, ആ ടൈം പീരീഡിനുള്ളിൽ നിങ്ങൾക്ക് അസുഖം മാറിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തു. മാം, ഈ ബെനിഫിറ്റ് ഫോർ ഓർഗനൈസേഷൻ അല്ലേ, അതില് ആ 4ാമത്തെ പോയിന്റ് പറഞ്ഞുതരാമോ മാം? അപ്പോഴേ തെറ്റി പറഞ്ഞതാണ്. 5ാമത്തെ പോയിന്റ് പറഞ്ഞത് ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് ഓപ്പർച്യൂണിറ്റി ടു ഹെൽത്ത് കെയർ അണ്ടിൽ ടു ബെഞ്ച്മാർക്ക് വിത്ത് ദ ബെസ്റ്റ്. ആ മേലത്തെ മനസ്സിലായി, അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് താഴത്തേന്ന് അറിയാം, പക്ഷെ അതെന്താന്നുള്ളതൊന്നും ക്ലിക്ക് ആയില്ല. എത്രാമത്തെ പോയിന്റ് ആണ് മനസ്സിലാവാത്തെ? 4. ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് ഓപ്പർച്യൂണിറ്റി ടു ഹെൽത്ത് കെയർ അണ്ടിൽ ടു. 4ാമത്, അതായത് ഹെൽത്ത് കെയർ യൂണിറ്റിന് മികച്ച ഗുണനിലവാരം നിലനിർത്താനുള്ള അവസരം ഇത് നൽകുന്നു.
ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ച് അതിന് മികച്ചതായിട്ട് അല്ലെങ്കിൽ മികച്ചതായിട്ടുള്ള ക്വാളിറ്റി നിലനിർത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇത് കൊടുക്കുന്നു. അതിനുശേഷമാണ് പറയേണ്ടത് ബെഞ്ച് മാർക്കോ. അത് തന്നെയാണല്ലോ ഞാൻ പറഞ്ഞേ അല്ലേ? ഒരു അവസരം നൽകുന്നു എന്നാണ്. ഓക്കെ മാം, ഇപ്പൊ മനസ്സിലായി. ഓക്കെ ഓക്കെ ഓക്കെ. വേറെ ആർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾക്ക് എല്ലാം മനസ്സിലായില്ലെങ്കിൽ ഒന്നും മനസ്സിലായില്ലേ? രണ്ടും ഡൗട്ട് ഇല്ലാത്ത കേട്ടോ. ഒന്നെല്ലാം മനസ്സിലായവർക്ക് ഡൗട്ട് ഉണ്ടാവില്ല, രണ്ടാമത്തത് ഒന്നും മനസ്സിലാകാത്തവർക്കും ഡൗട്ട് ഉണ്ടാവില്ല. രണ്ടുപേർ ഇതിൽ ഏതിലാണ് നിങ്ങൾ പെടുന്നേ? ഏതിലാ പെടുന്നേ? രണ്ടാമത്തിൽ ഒന്നും മനസ്സിലായില്ല. ഇത്രയും പറഞ്ഞിട്ട് ഒന്നും മനസ്സിലായില്ലെന്നോ? എല്ലാവരും രണ്ടാമത്തെ കാറ്റഗറിയിൽ തന്നെയാ പെടുന്നത് അല്ലെ? ആരും ഒന്നാമത്തെ കാറ്റഗറിയിൽ ഇല്ല. എവിടേക്കോ എന്തൊക്കെയോ മനസ്സിലായി അല്ലെ? അതല്ലേ ശരി? എവിടേക്കോ എന്തൊക്കെയോ കത്തിയിട്ടുണ്ട്, എന്നാൽ പൂർണ്ണമായിട്ട് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. വായിച്ചു നോക്കാം. വായിച്ചു കഴിയുമ്പോ കൃത്യമായിട്ട് മനസ്സിലാകും. ഇനി വായിച്ചിട്ടും മനസ്സിലാകും. ഒന്നും കൂടി എന്റെ ക്ലാസ് എടുത്ത് കാണാം കേട്ടോ. റെക്കോർഡ് ക്ലാസ് ഒന്നും കൂടി എടുത്ത് കാണാം. അപ്പൊ കുറച്ചും കൂടി ക്ലിയർ ആവും. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ സ്റ്റാൻഡേർഡുകൾ പറഞ്ഞല്ലോ. ഇനി നമുക്ക് ഇനിയും സ്റ്റാൻഡേർഡുകൾ ധാരാളം വരുന്നുണ്ട്. ആദ്യത്തെ സ്റ്റാൻഡേർഡുകൾ കുറച്ചൊരു 32 അതിനകത്ത് പറയുന്ന അത്രയും നമ്മള് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമാണ് കേട്ടോ പഠിക്കാനായിട്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. ഓക്കെ മാം, താങ്ക് യു. Thank you, ma'am.